നമസ്കാരം. തിരുവനന്തപുരം പനവൂരിൽ 1.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാനച്ഛനെതിരെ നാട്ടിൽ രോഷം ഇരമ്പുന്നു. കുട്ടിയുടെ അമ്മ അഖിലയ്ക്കൊപ്പം താമസിക്കുന്ന അഷ്കറിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ അഷ്കറിന് നേരെ ചീറിയടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് രോഷപ്രകടനം അണപൊട്ടിയത്. അഷ്കറെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ പണിപ്പെട്ടാണ് പ്രതിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയത്. എന്ത് ക്രൂരതയാണ് കുഞ്ഞിനോട് കാട്ടിയത് എന്ന് പറഞ്ഞാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിക്കു നേരെ ചാടിയെത്തിയത്. പോലീസ് അതിവേഗത്തിൽ പ്രതിയുമായി വീട്ടിലേക്ക് പോകുകയായിരുന്നു. അക്രമത്തിനിടയിൽ അഷ്കറിന്റെ കാറും നാട്ടുകാർ അടിച്ചു തകർത്തു. മിനിറ്റുകൾക്കകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് ഉടനെ തന്നെ പ്രതിയുമായി മടങ്ങുകയും ചെയ്തു. 1.5 വയസ്സുകാരനായ അർഷിതാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അഖിലയുടെ ഭർത്താവ് അഖിലിന്റേതാണ് കുട്ടി. അഖിൽ മരിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അഖിൽ മരിച്ചതോടെ കുഞ്ഞ് അഖിലയ്ക്ക് ബാധ്യതയായി മാറി. സ്വന്തം അമ്മയെയാണ് കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചത്. ഇതിനിടയിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പ്രശ്നത്തിൽ അഖിലയും അമ്മയും തമ്മിൽ തെറ്റുകയും ചെയ്തു. ഇതിനിടയിൽ പ്രശ്നം പോലീസിലും എത്തി. ഈ ഘട്ടത്തിൽ തന്നെയാണ് അഷ്കറുമായി അഖില ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. മരിക്കുന്ന സമയത്ത് അഷ്കറിന്റെ മർദ്ദനമേറ്റ് കുഞ്ഞിന്റെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ അഖിലിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അഖില അതിന് തയ്യാറായിരുന്നില്ല. അയൽക്കാരുമായി ഇവർക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഇടപെട്ടതോടെയാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ തയ്യാറായത്. കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ നിരവധി പാടുകളും മുറിവുകളും നെഞ്ചിൽ ആഴത്തിലുള്ള ക്ഷതങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമർദ്ദനമേറ്റാണ് കുട്ടി മരിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അഖിലയും അഷ്കറും പോലീസിന്റെ കസ്റ്റഡിയിലായത്.